ഹായ് ഗൈസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ഡാവിഞ്ചി റിസോൾവ് യൂസ് ചെയ്യുന്നവർക്കായിട്ട് കുറച്ച് അസറ്റ്സിൻ്റെ ഒരു പാക്ക്. അത് നമ്മുടെ ഗംറോഡ് സ്റ്റോറിൽ അവൈലബിൾ ആണ് ഫോർ ഫ്രീ. നിങ്ങൾ ഇതുവരെയും ആ പാക്ക് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പോയി ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ ഡൗൺലോഡ് ചെയ്ത പാക്ക് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഇതിലും 17 മുതൽ ഇങ്ങോട്ടേക്കുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഏത് വേർഷൻ ഉപയോഗിക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് 19 ബീറ്റയാണ്. അധികം ലേറ്റ് ആക്കാതെ തന്നെ നമുക്ക് ഇൻസ്റ്റാളേഷൻ പരിപാടികൾ ആരംഭിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ഡാവിഞ്ചി റിസോൾവിൻ്റെ വിൻഡോ ആണ്. ഓൾറെഡി ഞാൻ ഒരു ക്ലിപ്പ് ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ ഇൻട്രോ ആണ്. ഞാൻ അത് പ്ലേ ചെയ്യാം. ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ അത് ടാഗ് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കുക. ഫുള്ളി മെയ്ഡ് ഇൻ ഫൈനൽ കട്ട് പ്രോ ആണ് വീഡിയോ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന അസറ്റ്സിൻ്റെ ഫോൾഡറാണിത്. ഇതിൽ 3 ടൈപ്പ് ഫയലുകളുണ്ട്. ഒന്ന് DRFX, പിന്നെ ഒന്ന് ലട്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്, അത് .cube എന്നുള്ള ഫോർമാറ്റാണ്. പിന്നെ ഫ്യൂഷൻ കോമ്പോസിഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കോംബ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഫയൽ ഫോർമാറ്റും. നമുക്കത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതിൽ പോകാം. നമുക്ക് ലട്സിൻ്റെ പാക്കിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ലട്സ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ആദ്യം പോകേണ്ടത് ഫയൽ എന്നുള്ള ഓപ്ഷനിലാണ്. ഫയലിൽ പ്രൊജക്ട് സെറ്റിങ്സിൽ പോവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറച്ച് ടാബുണ്ട്. അതിൽ കളർ മാനേജ്മെൻറ്റിൽ ലുക്കപ്പ് ടേബിൾസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം മറന്നുപോയി. ഇതാണ് നമ്മുടെ ലട്സിൻ്റെ ഫോൾഡർ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്ത് വയ്ക്കുക. അതിന് 7-zip ഉണ്ട്, WinZip ഉണ്ട്, WinRAR ഉണ്ട്, അങ്ങനെ പല ടൂളുകളും ഉണ്ട്. നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൂൾ ഉപയോഗിക്കുക, ഫയൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. നമുക്കിനി വേണ്ടത് ഈ പറയുന്ന കളർ മാനേജ്മെൻറ്റിൽ ലുക്കപ്പ് ടേബിൾ എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഓപ്പൺ ലട്ട് ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുമ്പോഴത്തേക്ക് എവിടെയാണ് ഡാവിഞ്ചി റിസോൾവ് ലട്ടുകളെല്ലാം സേവ് ചെയ്തേക്കുന്നതെന്ന് കാണിച്ചത്. നമുക്കിത് ഒരു പാക്കായിട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് ഈ ഫോൾഡർ അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ടാൽ മതി. ഇനി ഇതൊരു ചുമ്മാ ഒരു ഫോൾഡറായിട്ടല്ലാതെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടും ഇതിൽ ലട്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് തിരിച്ചതാ ഇവിടെ അപ്ഡേറ്റ് ലിസ്റ്റ് കൊടുക്കാം, എന്നിട്ട് സേവ് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്യൂഷൻ ടാബിലേക്ക് പോവുക. ഇവിടെ ഈ ഒരു വിൻഡോ വരുന്നതാണ്. അത് FX എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പോൾ വന്നില്ലെങ്കിൽ ഇതുപോലെ FX എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ലട്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇട്ട ഫോൾഡർ സിനിമാറ്റിക് X ലട്സ് എന്നായിരുന്നു. അപ്പോൾ നമുക്ക് താഴോട്ട് പോയി നോക്കാം. ലട്സിൽ ക്ലിക്ക് ചെയ്യുക. സിനിമാറ്റിക് X ലട്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ലട്ടുകളെല്ലാം ഞാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ താഴെ ഈ ഫുട്ടേജിൻ്റെ ഇവിടെ നമ്മുടെ മീഡിയ ഇന്നും മീഡിയ ഔട്ടും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഏതാണോ ലട്ട് ഫയൽ വേണ്ടതെന്ന് വെച്ചാൽ അത് ഡ്രാഗ് ചെയ്തിടുക. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടർ വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ബിഫോർ ആഫ്റ്റർ ഇതാണ് ലട്സിൻ്റെ ഇത്. ഇനിയാണ് നമ്മുടെ ഇതിൽ പറയുന്ന DRFX ഫയലുകൾ പറയുന്നത്. DRFX എന്ന് പറയുമ്പോൾ ഡാവിഞ്ചി റിസോൾവ് ടെംപ്ലേറ്റ് ബണ്ടിൽ എന്നാണ് അതിൻ്റെ പറയുന്നത്. ഈ ടൈപ്പ് ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ എനിക്ക് ഈ മാജിക് ആനിമേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡാവിഞ്ചി റിസോൾവിൽ ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടതൊരു പോപ്പപ്പ് വരും, അതിൽ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ മാജിക് ആനിമേറ്റ് വന്നിട്ടുണ്ടോ സെർച്ച് ചെയ്യാം. വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഈ മാജിക് ആനിമേറ്റ് പ്ലഗിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ ഫുട്ടേജിന് മുകളിൽ തന്നെ ഒരു ഇമേജ് കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ മാജിക് ആനിമേറ്റ് കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. നമുക്കിതിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഇവിടെ ഇൻസ്പെക്ടർ വിൻഡോയിൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സൂം കൺട്രോൾ, ഒരു ഇൻ ആൻഡ് ഔട്ട് സൂം കൊടുക്കുകയാണ്. ഇൻ ഔട്ടും കൊടുത്ത് ഓക്കെ, നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അവിടെ ഒരു സംഭവം കണ്ടല്ലോ. ഇപ്പോൾ ചോപ്പി ആയിട്ടാണ് ഇങ്ങനെ വിട്ട് ആണ് ഇങ്ങനെ കയറി വന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ റെൻഡറിങ് ഒന്ന് ഫാസ്റ്റ് ആക്കാനായിട്ട് നമുക്കിവിടെ നമ്മുടെ പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷനകത്ത് റെൻഡർ ക്യാഷിനകത്ത് അത് സ്മാർട്ട് ആക്കുക. അപ്പോൾ നമുക്കിവിടെ താഴെ ടൈം ലൈനിൻ്റെ മുകളിൽ ഒരു റെഡ് ലൈൻ കാണാം. അപ്പോൾ അത് ബ്ലൂ ആവും റെൻഡറായി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ റെൻഡറിങ് എല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആയി. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം മൊത്തത്തിൽ. അത്യാവശ്യം നല്ല ചോപ്പിയാണ്. എൻ്റെ ഹാർഡ്വെയർ ഒട്ടും പോരാ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഡാവിഞ്ചിക്ക് വേണ്ടി. ഇവിടെ നോക്കട്ടെ. യെസ്,
അത് കറക്റ്റായി വന്നു. വേ ബെറ്റർ. ഇതാളും കൊള്ളാം. എന്താണ് ഡാവിഞ്ചിയിലേക്ക് കയറാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അത്യാവശ്യം പവർഫുൾ ഹാർഡ്വെയർ ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് കാർഡുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഡാവിഞ്ചി റിസോൾവ് അത്യാവശ്യം ഹാർഡ്വെയർ ഹംഗ്രി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇനിയുള്ള ഇതിനകത്ത് മൂന്നാമത്തെ ഫയൽ ടൈപ്പാണ് .comp കോമ്പോസിഷൻ എന്നുള്ളത്. അതിവിടെ മിക്സ്കിറ്റിൻ്റെ ടെംപ്ലേറ്റിനകത്താണുള്ളത്. ഞാൻ ഈ ഫയൽ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇതിലൊരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ തൽക്കാലം ഈ തുറന്നെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നോക്കി കാണാം .comp എന്ന് പറഞ്ഞൊരു ഫയലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോംബ് എന്നുള്ള ഫയൽ എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഇവിടെ മീഡിയ പൂൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ. അത് റൈറ്റ് ക്ലിക്ക് അടിക്കുക, ന്യൂ ഫ്യൂഷൻ കോമ്പോസിഷൻ എന്ന് കൊടുക്കുക. അതിന് ഫ്യൂഷൻ കോമ്പോസിഷൻ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക, നമ്മൾ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുമ്പോൾ നമുക്കിവിടെ ഓപ്പൺ ഫ്യൂഷൻ പേജ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. സോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫയലിൽ പോവുക, ഇമ്പോർട്ട് ഇവിടെ ഫ്യൂഷൻ കോമ്പോസിഷൻ. ഇത് നിങ്ങൾ എവിടെയാണ് ഫ്യൂഷൻ കോമ്പോസിഷൻ കൊണ്ട് സേവ് ചെയ്ത് അവിടെ ലൊക്കേറ്റ് ചെയ്യുക ഫയൽ എവിടെയാണെന്നുള്ളത്. സോൾവ് 704. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആ കോമ്പോസിഷൻ ലോഡായിട്ടുണ്ട്. ഇവിടെ ഒന്നും കാണത്തില്ലേ? എഡിറ്റ് പേജിൽ ഒന്ന് കയറി നോക്കട്ടെ. ചുമ്മാ അല്ല, ഇവിടെ റിപ്ലേസ് എന്ന് പറയുന്ന സാധനം കിടപ്പുണ്ട്. ചുമ്മാ അല്ല, അത് ഞാൻ ചെയ്തില്ല. നമുക്കിപ്പോൾ തൽക്കാലം മൂവീസിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് റിപ്ലേസ് ചെയ്യാൻ പാടില്ല. എന്തോ ഗരാജ് ബാൻഡിൻ്റെ ലോജിക്കിൻ്റെ ഫയലുണ്ട്, ഒരു വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ റീപ്ലേസ് എന്ന് പറഞ്ഞ അതിട്ട് നോക്കാം. ഇപ്പോൾ ദിസ് വിൽ റീപ്ലേസ് ഇറ്റ് മീഡിയ ഇൻ. ഓക്കെ, ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, നോട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രാഗ് യുവർ ഓൺ വീഡിയോ ഓവർ ദ റീപ്ലേസ് നോട്ട് ടു ചേഞ്ച് ദ പ്ലേസ് ഹോൾഡർ. ഓക്കെ, അത് ക്രിയേറ്റർ ചെയ്ത വളരെ നല്ല കാര്യം. നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കൊന്ന് ഈ റെഡായിട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ എന്താണ് റെൻഡറായി നോക്കട്ടെ. റെൻഡർ ഒന്ന് കണ്ടു നോക്കട്ടെ. ഒന്നുമില്ല. എന്താണ് ഇഷ്യൂ നോക്കാം. ഫ്യൂഷനിൽ പോവാം. അത് വളരെ കിടുവായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇതിൽ ഹെഡിങ്, ടാഗ് ലൈന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് റിലേറ്റഡ് സാധനം ഉണ്ടെങ്കിൽ അതും ഒന്ന് മോഡിഫൈ ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അല്ല, ഒരു കാര്യം വെച്ചാലോ, തൽക്കാലം വേറൊരു കോമ്പോസിഷനും കൂടെ ആഡ് ചെയ്ത് നോക്കിയാലോ. നമുക്ക് തൽക്കാലം ഒരു ന്യൂ ഫ്യൂഷൻ കോമ്പോസിഷൻ ടെസ്റ്റ്, നമുക്ക് ടെസ്റ്റ് എന്ത് ചെയ്യും, ഇത് ആഡ് ചെയ്യുക. ഓപ്പൺ ഫ്യൂഷൻ. അതിന് മുമ്പ് നമുക്ക് തൽക്കാലം എന്താ ഈ ഒരെണ്ണം എടുക്കാം. ഇത്തിരി കൂടെ സിമ്പിളാണെന്ന് തോന്നുന്നു. ഫയൽ ഇമ്പോർട്ട് ഫോർ പ്രൊജക്റ്റ്, അബദ്ധത്തിൽ പോയി കൈതട്ടി. ഫയൽ ഇമ്പോർട്ട് ഫ്യൂഷൻ കോമ്പോസിഷൻ 677 ലോവർ തേർഡ് എന്നിട്ട് നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ മെയിൻ ഹെഡിങ് റിലേറ്റഡ് കുറച്ച് സാധനങ്ങളും സബ് ഹെഡിങ്ങും അതിൻ്റെ കാര്യം മാത്രമേ പെൻഡിങ് ഉള്ളെന്ന് തോന്നുന്നു. നമുക്കിഷ്ടമുള്ള ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട് ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഇത് ഫോണ്ട് സൈസിൻ്റെ കുഴപ്പമാണ്. എനിക്കൊരു ചെറിയ ഓവർ ഹീറ്റിംഗ് വാണിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എൻ്റെ മാക്ബുക്കിന് പറ്റിയൊരു സാധനമല്ല ഡാവിഞ്ചി റിസോൾവ്. നല്ലപോലെ വലിപ്പിക്കും. അത്യാവശ്യം നല്ലൊരു ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ മാത്രം ഈ സാധനം കൈവയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഓവർ ഹീറ്റിംഗ് വാണിംഗ് വരും. എൻ്റെ രണ്ടാമത്തെ മോണിറ്ററിലാണ് കാണിക്കുന്നത്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ വാണിംഗ് കൂടെ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ ബാക്കിയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനിയും എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് ചാടിക്കുക. ഞാനും ഈ പറയുന്ന പോലെ ഈ ഡാവിഞ്ചി റിസോൾവ് ട്രൈ ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും ഇടയ്ക്ക് ഡാവിഞ്ചി റിസോൾവിൻ്റെ കണ്ടൻറ്റും ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും ഫൈനൽ കട്ട് പ്രോയ്ക്കും പ്രീമിയർ പ്രോയ്ക്കും ഇതുപോലെ ഫ്രീ അസറ്റ്സിൻ്റെ ഒരു പാക്ക് നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യുക. ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ഗംറോഡ് സ്റ്റോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും
ടാറ്റാ.